പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 15 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ 10th പ്രിലിംസ് +2 പ്രിലിംസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായി കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും സംസാരിച്ച സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിമാന കമ്പനിയുടെ CEO ആയിട്ടാണ് ക്യാമ്പൽ വിൽസൺ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദ്യം. ആരാണ്? ക്യാമ്പൽ വിൽസൺ ആണ്. ഏത് കമ്പനിയുടെ CEO അല്ലെങ്കിൽ ഏത് വിമാന കമ്പനിയുടെ CEO ആയിട്ടാണ് ക്യാമ്പൽ വിൽസൺ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് എയർ ഇന്ത്യ ഉണ്ട്, സ്പൈസസ് ജെറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ജെറ്റ് എയർവേസ് ഉണ്ട്. ക്യാമ്പൽ വിൽസൺ അറിയാമോ? ഞാൻ പറയട്ടെ, ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. നമ്മുടെ എയർ ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ എയർ ഇന്ത്യയുടെ പുതിയ CEOയുടെ പേരെന്താണ്? ക്യാമ്പൽ വിൽസൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം: പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ സ്കൂളുകളിൽ ഹോബി ഹബ്ബുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പഠിത്തം മാത്രം പോരാ, പാഠ്യേതര പ്രവർത്തനങ്ങളും വേണം. അത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സർക്കാർ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു? ഹോബി ഹബ്ബുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അറിയാമോ ഹോബി ഹബ്ബുകൾ? ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഡൽഹിയാണ്. അപ്പോൾ ഹോബി ഹബ്ബുകൾ സ്ഥാപിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യം: സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംസ്ഥാനത്ത് ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല ഏതെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഏതാണെന്നറിയാമോ? ഒരു സംശയവും വേണ്ട, മലപ്പുറമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്, ശരി ഉത്തരമാണ്. ഓക്കെ അല്ലേ? അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത നാലാമത്തെ ചോദ്യം: 64ാമത്തെ ഗ്രാമി അവാർഡിലെ ആൽബം ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ആൽബം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 64ാമത്തെ ഗ്രാമി അവാർഡാണ് നമുക്ക് റീസെൻ്റായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഗ്രാമി അവാർഡിലെ ആൽബം ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ആൽബം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ശരി ഉത്തരം അറിയാമോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. VR ആണ് കേട്ടോ. എന്താണ്? VR അല്ലേ? VR എന്നാണ്, VR. ഓക്കെ, അപ്പോൾ 64ാമത്തെ ഗ്രാമി അവാർഡിലെ ആൽബം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആൽബം ഏതാണെന്ന് ചോദിച്ചാൽ അത് VR ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. അഞ്ചാമത്തെ ചോദ്യം: 2022 മെയ്യിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയ സ്ഥാപനം ഏതാണ്? ശ്രദ്ധിക്കുക, 2022 മെയ്യിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയ സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഏതാണെന്നറിയാമോ? ഇതിനകത്ത് നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 2022 മെയ്യിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. എന്താണ്? അരാംകോയാണ് കേട്ടോ. എന്താണ്? അരാംകോയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 2022 മെയ്യിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയത് അരാംകോയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? അപ്പോൾ കേരളവും കേരളത്തിലെ മന്ത്രിമാരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കെ കൃഷ്ണൻകുട്ടിയാണ് അല്ലേ? നമുക്കറിയാം, കെ കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി. ഓക്കെ അല്ലേ? അതിലും വേറെ സംശയങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്കടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, മനുഷ്യാവകാശങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുമുള്ള ആദ്യത്തെ പ്രത്യേക റിപ്പോർട്ടറായി UN നിയമിച്ചത് ആരെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, മനുഷ്യാവകാശങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുമായിട്ടുള്ള ആദ്യത്തെ പ്രത്യേക റിപ്പോർട്ടറായിട്ട് യുണൈറ്റഡ് നേഷൻസ് നിയമിച്ചത് ആരെയെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. അറിയാമോ? അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഇയാൻ ഫ്രൈ ആണ് കേട്ടോ. ഇയാൻ ഫ്രൈ ആണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കുമുള്ള ആദ്യത്തെ പ്രത്യേക റിപ്പോർട്ടറായിട്ട് യുണൈറ്റഡ് നേഷൻസ് നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഇയാൻ ഫ്രൈ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ചോദ്യം: ബുദ്ധവനം പൈതൃക തീം പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, ബുദ്ധവനം പൈതൃക പാർക്ക് അല്ലെങ്കിൽ പൈതൃക തീം പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. അറിയാമോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തെലങ്കാനയാണ് കേട്ടോ. അപ്പോൾ ബുദ്ധവനം പൈതൃക തീം പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തെലങ്കാനയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി തെറ്റിക്കത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം: വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണെന്ന് നമുക്കറിയാം.
ഇത് എവിടെയാണ് സ്ഥാപിച്ചതെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. എവിടെയാണ്? വടകരയിലാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വടകരയാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വടകരയാണ്. 10ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വത്തക്കാനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ശ്രദ്ധിക്കുക, വത്തക്കാനം ലഹള അറിയാമോ? വത്തക്കാനം ലഹള ആരാണെന്ന്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കുമാര ഗുരുദേവനാണ്. വത്തക്കാനം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? കുമാര ഗുരുദേവനാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആര്യാപള്ളവുമായി ബന്ധപ്പെട്ടവ ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ആര്യാപള്ളം അറിയാമോ? ആര്യാപള്ളവുമായി ബന്ധപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ ഏതൊക്കെ ലഹളയാണ് ആര്യാപള്ളവുമായി ബന്ധപ്പെട്ടതെന്നറിയാമോ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പാലിയം സത്യാഗ്രഹവും ആര്യാപള്ളവുമായിട്ട് ബന്ധമുണ്ട്. കാതുമുറി പ്രസ്ഥാനവും ആര്യാപള്ളവുമായി ബന്ധമുണ്ട്. കയ്യൂർ സമരം ബന്ധമില്ല. കല്ലുമാല സമരവുമായി ബന്ധമുണ്ട്. അപ്പോൾ ആര്യാപള്ളവുമായി ബന്ധപ്പെട്ടവ ഏതെന്ന് ചോദിച്ചാൽ പാലിയം സത്യാഗ്രഹം, കാതുമുറി പ്രസ്ഥാനം, അതുപോലെ തന്നെ കല്ലുമാല സമരം. ശ്രദ്ധിക്കുക, പാലിയം സത്യാഗ്രഹം, കാതുമുറി പ്രസ്ഥാനം, കല്ലുമാല സമരവുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? നമ്മുടെ ആര്യാപള്ളത്തിന് ബന്ധമുണ്ട്. അടുത്ത 12ാമത്തെ ചോദ്യം, ചാലാലഹള നടന്ന വർഷം ഏതാണ്? ചാലാലഹള അറിയാമോ? ചാലാലഹള നടന്ന വർഷം ഏതാണെന്ന് അറിയാമോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1908 ആണല്ലേ. 1908 എന്ത് ചെയ്യുന്നത്? ചാലാലഹള നടക്കുന്നത് 1908. 13ാമത്തെ ചോദ്യം, മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. മുതുകുളം പ്രസംഗം അറിയാമോ? മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നറിയാമോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മന്നത്ത് പത്മനാഭനാണ് അല്ലേ. അപ്പം മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മുതുകുളം പ്രസംഗമേ. 14ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചേ. കിട്ടിയോ? അപ്പോൾ ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ് അല്ലേ. കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് അതിനകത്തും കാണാനായിട്ട് കഴിയും. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ചോദിച്ചാൽ അത് കീഴരിയൂർ ബോംബ് കേസാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 15ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബാലഗുരു ചട്ടമ്പി സ്വാമി എന്ന് കൊടുത്തിട്ടുണ്ട്, ശിവരാജയോഗി അയ്യങ്കാളി എന്ന് കൊടുത്തിട്ടുണ്ട്, സമ്പൂർണ്ണദേവൻ വൈകുണ്ഠസ്വാമി എന്ന് കൊടുത്തിട്ടുണ്ട്, നാണുവാശൻ ശ്രീനാരായണ ഗുരു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ശരി ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നാണുവാശൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമിയാണ്. പക്ഷേ ബാലഗുരു ശിവരാജയോഗി തെറ്റല്ലേ? ശിവരാജയോഗി എന്നറിയപ്പെടുന്ന ആരെയാണ്ടേ? നമ്മുടെ തൈക്കാടയ്യാണ് അല്ലേ. നമ്മുടെ അയ്യങ്കാളി അല്ല, ആരെയാണ്? നമ്മുടെ തൈക്കാടയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണെന്ന് അറിഞ്ഞിരിക്കുക. ബാലഗുരു എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് അറിയാമോ? ബാലഗുരു എന്നറിയപ്പെടുന്ന ചട്ടമ്പിസ്വാമി അല്ല, വാഗ്ഭടാനന്ദനാണ്. ശ്രദ്ധിക്കുക, വാഗ്ഭടാനന്ദനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബാലഗുരു വാഗ്ഭടാനന്ദൻ, ശിവരാജയോഗി തൈക്കാടയ്യ, സമ്പൂർണ്ണദേവൻ വൈകുണ്ഠസ്വാമി, നാണുവാശൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കേരള ചരിത്രവും നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 15 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാര്യങ്ങളൊന്നും കൂടിയൊക്കെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.